നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തിൽ വന്നിരിക്കുന്ന മാറ്റം എന്താണ്, അവർക്കിടയിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് എന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഈ ഒരു മാസം അവസാനത്തോടു കൂടി മാറ്റം വരുന്ന, നിങ്ങളിൽ നിന്ന് അവസാനിച്ചു പോകുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്നു കൂടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ റീഡിങ്സ് കാണുന്നത് ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്കിത് റെസനേറ്റ് ആവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതും നിങ്ങൾ ആഗ്രഹിക്കുന്നതുമായ ഒരു ഇൻഫർമേഷൻസ്, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കറിയേണ്ട ചില വളരെ വ്യക്തവും കൃത്യവുമായ ഒരു ഇൻഫർമേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു എനർജിയെ കണക്റ്റ് ചെയ്യണം. അതുപോലെ ഇന്നത്തെ ദിവസം നമുക്ക് ഇങ്ങനെ ഒരു റീഡിങ്സ് എടുക്കാൻ തോന്നിയതിലും അത് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഓരോ വ്യക്തികളിലും എത്തിച്ചേർന്നതിലും നിങ്ങൾ തീർച്ചയായിട്ടും ഡിവൈനോട് നന്ദി പറയുക. താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തണം. കാരണം നമുക്ക് കിട്ടുന്ന ഓരോ അനുഭവങ്ങൾക്കും നമുക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ തീർച്ചയായിട്ടും നന്ദിയുള്ളവരാകുക. കൊടുക്കും തോറും ഏറിടുമെന്ന് പറയുന്നത് പോലെ നമ്മൾ കൊടുത്താൽ മാത്രമാണ് നമ്മളിലേക്ക് വീണ്ടും പോസിറ്റീവാകുന്ന കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളും വരികയുള്ളൂ എന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നമ്മളിൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ളൊരു ഇൻഫർമേഷൻസ് അറിയാൻ. അതായത് മറ്റൊരു മാർഗവുമില്ല നമ്മൾക്ക് ഒരു വ്യക്തികൾക്കും ബന്ധങ്ങളിലാണെങ്കിലും നമ്മുടെ സിറ്റുവേഷൻസിലാണെങ്കിലും വരാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ച് അറിയാൻ. അപ്പോൾ ഡിവൈനിൽ നിന്ന് ലഭിക്കുന്ന ഈ ഒരു എനർജിയെ നമ്മൾ ശരിക്കും ആത്മാർത്ഥതയോടുകൂടി സ്വീകരിക്കുക. പിന്നെ ജനറൽ റീഡിങ്സ് ആണ്. നിങ്ങൾ എത്രത്തോളം എനർജി കണക്റ്റ് ചെയ്യുന്നുവോ, എത്രത്തോളം നിങ്ങൾ പോസിറ്റീവായിട്ട് ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങൾക്കിത് റെസനേറ്റ് ആവുക തന്നെ ചെയ്യും. കൂടാതെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കണമെങ്കിൽ, പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കാൻ ശ്രമിക്കുക. കൂടാതെ തന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ്, മാത്രവുമല്ല ഡിവൈൻ എനർജിയാണ്. നിങ്ങളുടെ ലൈഫിലെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നിങ്ങൾക്ക് വളരെ ക്ലാരിറ്റിയോടുകൂടി അറിയാനും മുന്നോട്ടേക്കുള്ള ലൈഫിൽ നല്ലൊരു തീരുമാനങ്ങൾ എടുക്കാനും ജീവിതത്തിൽ വേണ്ട എന്ന് വെക്കേണ്ട ചില കാര്യങ്ങളെ പൂർണ്ണമായിട്ടും വേണ്ട എന്ന് വെക്കാനുമൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഇതിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഇത് കാണാൻ നിൽക്കാതിരിക്കുക. കാരണം നിങ്ങളിലേക്കൊരു ബാഡ് കർമ്മ നിങ്ങൾ കണക്റ്റ് ചെയ്യാതിരിക്കുക. നമ്മളൊരു കാര്യത്തെ ഏത് ഇമോഷൻസ് വെച്ച് ആണോ സ്വീകരിക്കുന്നത് അതുപോലെയായിരിക്കും നമ്മളിലേക്ക് വന്നു ചേരുന്നത്, അല്ലേ? ഒരു പോസിറ്റീവായിട്ടൊരു കാര്യത്തെ നമ്മൾ ചിന്തിച്ചാൽ അത് നമുക്ക് പോസിറ്റീവായിട്ട് വന്നു ചേരും. നമ്മൾ നെഗറ്റീവാണ് ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് തന്നെയാണ് നമ്മളെ തേടി വരികയുള്ളൂ. അതിനകത്ത് യാതൊരു സംശയവുമില്ല കേട്ടോ. പിന്നെ എനിക്ക് കർമ്മ വരുന്നത് ഓർത്തൊന്നും ആരും വിഷമിക്കണ്ട. കാരണം അത് ഞാൻ ഡീൽ ചെയ്തോളാം കേട്ടോ. ഇന്നലെ എൻ്റെ ഒരു മെസ്സേജിൽ ഒരു സന്തോഷ് കുമാറോ ഒരു കർമ്മ ബേസിന് ഇത് ഇട്ടിരിക്കുന്ന കണ്ടു. ടാറോ റീഡേഴ്സിനെല്ലാം കർമ്മ കിട്ടുമെങ്കിൽ പിന്നെ നമുക്കിനി ആരുമില്ല കർമ്മ ഹീലിംഗ് ചെയ്ത് തരാനായിട്ട് കേട്ടോ. റേക്കി ഹീലിംഗ്, ടാറോ റീഡിങ്സ് ഒക്കെയാണ് കർമ്മ ഹീലിങ്ങിൻ്റെ ഏറ്റവും പ്രാധാന്യമായിട്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അവർക്കാണ് കർമ്മ വരുന്നതെങ്കിൽ പിന്നെ ആരുമില്ല നമുക്ക് കർമ്മ ഹീലിംഗ് ചെയ്ത് തരാനായിട്ട്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്ന 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇത് ഒരുപാട് നാളുകൊണ്ട് കുറച്ച് പേര് മെസ്സേജ് ഇടുന്നതായിരുന്നു കേട്ടോ, തേർഡ് പാർട്ടിയുമായിട്ടുള്ള എനർജി നോക്കണം എന്നും പറഞ്ഞ്. നമുക്കതിനകത്ത് 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെയും തേർഡ് പാർട്ടിയുടെയും എനർജി നോക്കുമ്പോൾ ഓവറോൾ സ്ട്രഗ്ലിങ് എനർജിയിലാണ് പോകുന്നത് കേട്ടോ. കോൺഫ്ലിക്റ്റുകളുണ്ട്, അത് നിരാശയാണ് കൂടുതൽ കാണിക്കുന്നത്. അതായത് ഒരു അബദ്ധം പറ്റി അല്ലെങ്കിൽ വേണ്ടായിരുന്നു ഒരു വിരക്തി, മടുപ്പിൻ്റെ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്കിപ്പോൾ അസ്ട്രോളജിക്കൽ സൈൻ പറഞ്ഞ മെയ് മാസത്തിൻ്റെ എനർജിയും ഡിസംബർ മാസത്തിൻ്റെ എനർജിയും വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഏപ്രിൽ എനർജി ചെറിയ രീതിയിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. അതല്ലാതെ ഓവറോൾ എല്ലാവർക്കും ഇത് കണക്റ്റഡ് ആകുന്നുണ്ട്. കാരണം അസ്ട്രോളജിക്കൽ എനർജി വളരെ കുറവായതുകൊണ്ട്. 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കൺഫ്യൂഷനാണ്. അതായത് അബദ്ധമായി പോയോ, എടുത്ത തീരുമാനം തെറ്റായി പോയോ, അതായത് വളരെയധികം ഒരു എന്താ പറയുക ബ്ലൈൻഡ് എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. മാത്രവുമല്ല ഒരു എന്താ പറയുക ശരിക്കും ഈ ഒരു തേർഡ് പാർട്ടി ക്രിയേഷൻ ഉണ്ടായത്, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായത് ഒരു മായാവലയം പോലെ ഒരു അഡിക്ഷൻ ഫീലിങ്സിലൂടെ സംഭവിച്ചിരിക്കുന്നതാണ്.
ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് പാസ്റ്റിൽ ഒരു തോന്നലുണ്ടായിരുന്നു കാണാം, അവരെ കഴിഞ്ഞേ മറ്റെന്തുമുള്ളൂ എന്നുള്ള ഒരു പാപം, ഒരു സെൽഫിഷ് എനർജിയിൽ നിന്ന വ്യക്തിയായിരിക്കും. അതായത് നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് തെറ്റാണ്, അല്ലെങ്കിൽ അങ്ങനെ പോകരുത്, ഇപ്പം നിങ്ങൾ കടന്നു പോകുന്നത് മോശം ഒരു സിറ്റുവേഷൻസിലൂടെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പം അതിനെ ഒരു പുച്ഛത്തോടു കൂടി ചിലപ്പോൾ നിങ്ങളോടോ ആ വ്യക്തിയോട് ചേർന്ന് നിന്ന വ്യക്തികളോടോ ഈ ഒരു വ്യക്തി തിരിച്ച് പെരുമാറിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. 7 ഓഫ് കപ്സിൻ്റെ എനർജി വന്നതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഒരു മായ വലയത്തിൽ അല്ലെങ്കിൽ ഒരു ചതിക്കുഴിയിൽ വീണു എന്ന് തന്നെ, അല്ലെങ്കിൽ ഏറ്റവും മോശമായ വളരെയധികം അപമാനകരമാകുന്ന ഒരു കുഴിയിൽ വീണു എന്ന് നമുക്ക് പറയേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. ഒരു ഇല്യൂഷൻ എനർജി എന്നൊക്കെ പറയും, നമുക്കൊരു മിഥ്യാധാരണ, കറക്റ്റ്നെസ് ഇല്ല, എന്താണ് സംഭവിക്കുന്നത്, എന്താണ് വരാൻ പോകുന്നതെന്നൊന്നുമുള്ള ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയിലാണ് തേർഡ് സിറ്റുവേഷൻസിൽ നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. ശരിക്കും നല്ലതും ചീത്തയാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവാകുന്ന എക്സ്പീരിയൻസുകൾ, അല്ലെങ്കിൽ നെഗറ്റീവാകുന്ന ചില അവസ്ഥകളിലൂടെ നിങ്ങളുടെ പേഴ്സണ് കടന്നു പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെയധികം പോസിറ്റീവായിട്ട് പ്രതീക്ഷയോടു കൂടി കണക്റ്റ് ചെയ്തതാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കേട്ടോ. വളരെയധികം പ്രതീക്ഷ, അതായത് വളരെ ആഗ്രഹപൂർത്തീകരണം എന്നൊക്കെ പറയാം നമുക്ക്. ഇതുക്കും വലുതിന് കിട്ടാനില്ല എന്നുള്ള ഒരു ഭാവത്തോടു കൂടി തന്നെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് ഈ ഒരു പേഴ്സൺ കണക്റ്റഡ് ആയതായിട്ട് കാണുന്നത്. കറൻറ്റ്ലി ഇപ്പം കൺഫ്യൂഷനാണ്, എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. തീരുമാനമെടുക്കാനും പറ്റുന്നില്ല, തീരുമാനമെടുത്തത് തെറ്റായി പോയെന്ന് മനസ്സിലാകുന്നുണ്ട്, പുതിയൊരു തീരുമാനമെടുക്കാനുള്ളൊരു ഗഡ്സ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, ആരോടും ഒരു ഗൈഡൻസ് പോലും തേടാൻ പറ്റാത്ത വിധം വല്ലാത്തൊരവസ്ഥയിലാണ്. ദ ഫുൾ കാർഡുമാണ് കണക്ട് ചെയ്ത് വന്നിരിക്കുന്നത്. എടുത്തുചാട്ടം, ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് വ്യക്തിയിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. ബർഡൻ എനർജിയാണ് കേട്ടോ. ഒരുപാട് പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഒരുപാട് മാനസികപരമാകുന്ന പ്രശ്നങ്ങളെ നേരിടുന്നുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും. ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല, എല്ലാം ചുമക്കാനേ പറ്റുന്നുള്ളൂ. ഇപ്പം എല്ലാം അനുഭവിച്ച് തീർക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലാണ് ഈ വ്യക്തി ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പം ലൈഫിൽ ഒന്നും തന്നെ പോസിറ്റീവെന്ന് പറയാൻ പറ്റുന്നില്ല. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറയുന്ന വളരെ മോശം തലത്തിലാണ് ഇപ്പം കറൻറ്റ്ലി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഫുൾ കാർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. എത്രത്തോളം പോസിറ്റീവായിട്ടാണോ ആ ഒരു ബന്ധത്തിലേക്ക് കണക്റ്റഡ് ആയത്, സർവവും സമർപ്പിച്ചു എന്ന് പറയുന്ന അവസ്ഥയിലാണ് തേർഡ് പാർട്ടിയിലേക്ക് ഈ ഒരു പേഴ്സൺ കടന്നു ചെന്നത്. വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ബന്ധം സ്റ്റാർട്ട് ചെയ്തത്. അതിപ്പം ഒരു എടുത്തുചാട്ടമായി, ഫൂളിഷ്നെസ് ആയി പോയി, ഒരു മണ്ടത്തരം ചെയ്തു എന്ന് മനസ്സിലാവുന്നുണ്ട്. കൂടാതെ തന്നെ ഈഗോ ഇടിഞ്ഞു എന്ന് തന്നെ പറയാം. ഈഗോയിസ്റ്റിക്കായൊരു പേഴ്സണാലിറ്റി ആയിരുന്നു, സെൽഫിഷ് എന്ന് പറയാം. അതുപോലെ തന്നെ മറ്റെല്ലാം ശരി, അതായത് അവർ കാണുന്ന ആ ഒരു വിഷൻ, അവരുടെ മനസ്സിനകത്തുള്ള ആ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് നല്ലതോ ചീത്തയോ എന്നല്ല, അവർക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതിൽ ഉറച്ചു നിൽക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു നിങ്ങളുടെ വ്യക്തിയുടേത്. അതായത് മറ്റുള്ളവരുടെ ഇമോഷൻസിനോ വാക്കുകൾക്കോ വാല്യൂ കൊടുക്കാതെ സ്വന്തം ഒരു എടുത്തുചാട്ടം, അതല്ലെങ്കിൽ ആ ഒരു സ്വയം ഒരു കമാൻഡിങ് എനർജിയിൽ ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, എൻ്റെ പ്രവൃത്തികളൊക്കെ കറക്റ്റാണ്, എനിക്ക് മുന്നോട്ടേക്ക് സക്സസ് ആണ്, അങ്ങനെയുള്ള ഒരു തോട്ട്സ് എനർജിയിലൂടെ കടന്നുപോയി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഇന്ന് അബദ്ധമായി എന്ന് അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലാണ് തേർഡ് സിറ്റുവേഷൻസുമായിട്ടുള്ള എനർജി പോകുന്നത്. തേർഡ് പാർട്ടിയെ വളരെയധികം ആഗ്രഹിച്ച് മാനിഫെസ്റ്റിംഗ് ചെയ്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ലഭിച്ച ഒരു എനർജിയും കൂടി നമുക്കിവിടെ കാണുന്നുണ്ട് ചിലരിൽ കേട്ടോ. ചിലരെ സംബന്ധിച്ച് തേർഡ് പാർട്ടിയെ മാനിഫെസ്റ്റേഷൻ ചെയ്തു, അതായത് വളരെയധികം അട്രാക്റ്റഡ് ആക്കി, അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് കൂടുതൽ മുൻഗണന കൊടുത്ത് തേർഡ് പാർട്ടിയുടെ എല്ലാ കുറവുകളെയും അക്സെപ്റ്റ് ചെയ്ത് അവിടെ പ്രോത്സാഹിപ്പിച്ച് വളരെയധികം ഒരു ഇൻസ്പിറേഷനൊക്കെ നൽകി കണക്ട് ചെയ്ത് പോയി. അതായത് ഒരു ഫ്യൂച്ചറിലേക്ക്
വലിയൊരു മാറ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആഗ്രഹത്തിലൂടെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ ഈ ഒരു വ്യക്തി കടന്നു ചെന്നതും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തതും എല്ലാം വളരെയധികം ആഗ്രഹത്തോടു കൂടി തന്നെയായിരുന്നു. പക്ഷേ ടെമ്പറൻസ് എനർജിയാണ്. ഇന്ന് അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, ബാലൻസ് ചെയ്യാൻ പറ്റാതെ പോകുന്നു. നെഗറ്റീവും പോസിറ്റീവും ആകുന്ന സിറ്റുവേഷൻസുകൾ, ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് നല്ല ചില എക്സ്പീരിയൻസുകളും അതിനോടൊപ്പം മോശം എക്സ്പീരിയൻസുകളും അത് ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണാൻ പറ്റുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പം നിങ്ങളുടെ വ്യക്തി എത്രത്തോളം ആ ഒരു വ്യക്തിക്ക് പാസ്റ്റിൽ പ്രാധാന്യം കൊടുത്തോ അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. പക്ഷേ തേർഡ് പാർട്ടിയുടെ ക്യാരക്ടർ എനർജിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് അവരുടേതാകുന്ന സെൽഫിഷ്നെസ്സും സ്വപ്നങ്ങളും അതുപോലെ തന്നെ ഫോക്കസ്, അവർക്ക് വേണ്ടതാകുന്ന കാര്യങ്ങളെ അവർ വളരെ ശക്തമായിട്ട് ഫോക്കസ് ചെയ്യുന്നതും മാത്രവുമല്ല അവരൊരു ഹാപ്പിനെസ്, അതായത് എപ്പോഴും ഒരു സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്ന ഒരു എനർജിയുമാണ്, അബണ്ടൻസും ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലേക്ക് നിൽക്കുന്ന വ്യക്തി തന്നെയാണ്. ശരിക്കും ഇവരെ സംബന്ധിച്ച് ക്യാരക്ടർ എനർജിയിൽ തേർഡ് പാർട്ടിക്ക് നല്ലൊരു മെച്യൂരിറ്റി ഉണ്ട്. അത്രത്തോളം മെച്യൂരിറ്റി നിങ്ങളുടെ വ്യക്തിക്കില്ല എന്നുള്ളതും അവിടെ വലിയൊരു ഡിഫറൻസ് വരുത്തുന്നുണ്ട്. അവർ തമ്മിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ ഏജ് ഡിഫറൻസ് അവർക്ക് വളരെ ശക്തമായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. വ്യത്യാസം, ഏജ് തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ അവരുടെ ആ ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാരക്ടർ എനർജിയിൽ ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ ക്യാരക്ടറും നിങ്ങളുടെ വ്യക്തിയുടെ ക്യാരക്ടറും തമ്മിൽ ഒരുപാട് മാച്ച് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുന്ന സിറ്റുവേഷൻസുകൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ വളരെ ശക്തമായിട്ട് ഇവർക്കിടയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാക്കുന്നു. അതായത് ഒരുമിച്ച് പോകുക എന്നത് ഡിഫിക്കൽറ്റി ആയിട്ട് തോന്നുന്ന ഒരവസ്ഥയാണ്. ഒരു പക്ഷേ തേർഡ് പാർട്ടി വളരെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ടാവാം ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടറിനെ, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ബിഹേവിയറിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ തിരിച്ച് ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം സക്സസ് ആകും, എത്രത്തോളം വിജയം കരസ്ഥമാക്കും, ഉയർച്ചയിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചുവോ അത്രത്തോളം താഴേക്ക് പോയി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. നിരാശ തന്നെയാണ്. അതായത് ആഗ്രഹിച്ചത് ഒന്നും തന്നെ തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളുടെ വ്യക്തിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. കയ്യിലിരുന്നതും പോയി, ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല എന്ന ഒരവസ്ഥയിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിൽക്കുന്നത്. നിരാശയ്ക്ക് അപ്പുറത്തേക്ക് അവർക്ക് ഒന്നും തന്നെയില്ല, പൂർണ്ണമായിട്ടും ശൂന്യമാണ്. ഒരു അഭിപ്രായവുമില്ല. ഇപ്പം സന്തോഷവുമില്ല, സങ്കടവുമില്ല, പരാതിയുമില്ല, പരിഭവവുമില്ല, നിസ്സഹായതയുടെ ഏറ്റവും മൂർച്ഛന്യ അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. അതായത് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഇനി ഒരിടത്തും ആക്ഷൻ എടുക്കാൻ പറ്റില്ല, കർമ്മ അനുഭവിക്കുക എന്ന് തന്നെയാണ്. കർമ്മ പിടികൂടി എന്നുള്ളതും അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഒന്നിലധികം കാര്യങ്ങളെ ബേസ് ചെയ്ത് തടസ്സങ്ങളും കോൺഫ്ലിക്റ്റുകളും സ്വരച്ചേർച്ചയില്ലായ്മയും എല്ലാം അവിടെ സംഭവിക്കുന്നുണ്ട്. ഇറിറ്റേഷൻ, ഫസ്ട്രേഷൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇമോഷൻസുമായിട്ട് കടന്നു പോകേണ്ടി വരുന്നുണ്ട്. പേഴ്സണൽ ക്ലാഷിങ് എനർജി അവിടെ നടക്കുന്നുണ്ട്. ഈഗോ, വളരെ ശക്തമായിട്ട് ഈഗോ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് തുറന്ന് കാര്യങ്ങളെ സംസാരിക്കാനും പറയാനും പറ്റാത്തൊരവസ്ഥ. തീർച്ചയായിട്ടും സ്റ്റക്ക് എനർജിയിലാണ് നിൽക്കുന്നത്. കാരണം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഡിസിഷൻ എടുക്കാൻ സാധിക്കാത്തത് പുറത്ത് കടക്കാനും പറ്റുന്നില്ല. ആ ഒരു എനർജീനെ, അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തെ സ്മൂത്തായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും സാധിക്കുന്നില്ല. ചെകുത്താനും കടലിനും നടുക്ക് എന്ന് പറയുന്ന ഒരു എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത്. മനസ്സാക്ഷി ചോദ്യം ചെയ്യുന്നത്, അതായത് കുറ്റബോധം അനുഭവിക്കുന്നു. പാസ്റ്റിൽ ചെയ്തു പോയ ഓരോ കാര്യങ്ങളും, ഓരോ വ്യക്തികളോടും നിങ്ങളുടെ പേഴ്സൺ ചെയ്തിട്ടുള്ള ഒന്നിലധികം പ്രോബ്ലംസുകളെ ക്യാരി ചെയ്യേണ്ടി വരുന്നു. അതിനെക്കുറിച്ച് എപ്പോഴും റീകണക്റ്റ് ചെയ്ത് ചിന്തിക്കേണ്ടി വരുന്നു. അത് മാനസികപരമായിട്ടും തളർത്തിക്കളയുന്ന, ഒരു ഡിപ്രഷനിലേക്കൊക്കെ എത്തിക്കുന്ന രീതിയിലേക്ക്, ഒരു ശൂന്യതയിലേക്കാക്കി കളയുന്ന സിറ്റുവേഷൻസും നിങ്ങളുടെ വ്യക്തി അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 6 ഓഫ് വാൻഡ്സ് ആണ്, പ്രതീക്ഷയാണ് കേട്ടോ. മാക്സിമം അവർ ആക്ഷൻ എടുക്കുന്നുണ്ട്, സക്സസ് ആവുക. അതായത് ഇമോഷണൽ ബാലൻസിലേക്കും ഒരു സെൽഫ് ലവ് എനർജിയിലേക്കൊക്കെ വരണമെന്ന് അവർ ശരിക്കും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ച് പുറമേ വളരെ
ആക്റ്റീവായിട്ട് നിൽക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. ഒരു പക്ഷേ നിങ്ങളിവരെ കാണുന്നുണ്ടെങ്കിൽ അവർ വളരെ ആക്റ്റീവാണ്, വളരെ ഹാപ്പിനെസ്സാണ്, സക്സസ്സിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഒരു പ്രതീക്ഷയുണ്ട്, മാറ്റങ്ങൾ വരും, സക്സസ് ആവും, ഇമോഷണലി എല്ലാം പോസിറ്റീവ് ആകും, ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി പോസിറ്റീവ് ആകും. അവർക്കൊരു സക്സസ് ഉണ്ട് എന്നുള്ളത് അവർക്കൊരു പ്രതീക്ഷയാണ്. അത് വെച്ച് അവർ മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. എല്ലാം മനസ്സിലാക്കുന്നുണ്ട്, നല്ല പോലെ പ്രെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട്, ഒന്ന് സൈലൻ്റ് ആവുന്നുണ്ട്. കാരണം ഫസ്റ്റ് വന്ന എനർജി പോലെ ഇത് മായാവലയത്തിൽ പെടുത്തി അല്ലെങ്കിൽ സമയദോഷത്തിൻ്റെ ഫലമായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്, ചതിക്കപ്പെട്ടു എന്നുള്ള ഒരു വ്യക്തമായ ധാരണ അവരിൽ കണക്റ്റഡ് ആയിട്ടുണ്ട്. അത് വെച്ച് അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരെപ്പോഴും 24 അവേഴ്സും ചിന്തിക്കുന്നുണ്ട്, അവരുടെ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവർ ഒരു പക്ഷേ നിങ്ങൾ ആ വ്യക്തിയെ വളരെ ശക്തമായിട്ട് ഫോക്കസ് ചെയ്തിരുന്ന് കാണും. നിങ്ങൾ ആ ഒരു വ്യക്തിയെ എത്രത്തോളം അവോയ്ഡ് ചെയ്തപ്പോഴും നിങ്ങൾ ആ ഒരു പേഴ്സണെ ഫോക്കസ് ചെയ്ത് കാണും, നിങ്ങൾ പിന്നാലെ ചെന്ന് കാണും. അവർ ചെയ്ത തെറ്റിനോട് നിങ്ങൾ ക്ഷമ ചോദിച്ചൊരു എനർജിയിലൂടെ കടന്നു പോയിട്ടുള്ള സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് വെൽത്ത് എനർജി, ഫിനാൻഷ്യൽ ലോസൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ബന്ധത്തെ ബേസ് ചെയ്ത് സംഭവിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ ഈ കരിയറിലൊക്കെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതെയോ അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തികപരമാകുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ലോസ്, മൈൻഡ് ലോസും ഉണ്ടായിട്ടുണ്ട്, ഫിനാൻഷ്യൽ ലോസും ഉണ്ടായിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ വളരെയധികം ശക്തമായൊരു വീഴ്ച നേരിട്ടിട്ടുള്ള വ്യക്തികളാണ് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിൽ നിന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങളപ്പോൾ ഹെൽത്ത് പരമായിട്ടും പ്രോബ്ലംസുകൾ നേരിട്ടിട്ടുണ്ട്. അതെല്ലാം ഈ ഒരു പേഴ്സൺ ഇപ്പം ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി ഇപ്പോൾ ആ ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നുണ്ട്. നിങ്ങൾ ഏതിലൂടെയൊക്കെ കടന്നു പോയോ, ഏതൊക്കെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തോ അതെല്ലാം ഈ ഒരു പേഴ്സൺ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പുറമെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ശരിക്കും ഒരു വലിയ ഭാരം മനസ്സിൽ ചുമക്കുന്നുണ്ട്. 5 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കുറ്റബോധം പിടികൂടിയിട്ടുണ്ട്. ശക്തമായിട്ട് 5 ഓഫ് കപ്സിൻ്റെ എനർജി, 5 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ശക്തമായിട്ടും നിരാശ എന്ന് പറയുന്ന ഏറ്റവും മൂർച്ഛന അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇനി ഒന്നുമില്ല, മുന്നോട്ടേക്ക് ഒരു ഫ്യൂച്ചർ ഇല്ല എന്നവർ ഉറപ്പിച്ച് നിൽക്കുന്നുമുണ്ട്. 5 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറ്റബോധം, അവരെ അവരുടെ മനസ്സാക്ഷി തന്നെ ചോദ്യം ചെയ്യുന്നു. അതല്ലെങ്കിൽ അവർ ചെയ്തു പോയ തെറ്റ്, അവർ മറക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും അവർക്ക് വീണ്ടും വീണ്ടും ഓർമ്മിക്കേണ്ടി വരുന്നു. തീർച്ചയായിട്ടും കർമ്മയാണ് കേട്ടോ മക്കളെ. ജസ്റ്റിസും 10 ഓഫ് സോഴ്സിൻ്റെ എനർജിയൊക്കെയാണ് കണക്റ്റ് ചെയ്യുന്നത്. നല്ല രീതിയിൽ അവർ കർമ്മ നേരിടുന്നുണ്ട്. അവരെ ശരിക്കും കർമ്മ പിടികൂടി, മുറുകെ പിടികൂടി. അവർക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള കഴിവുള്ള വ്യക്തികളാണ്, പവറുള്ള വ്യക്തികളാണ്. പക്ഷെ അവർക്ക് പവർ ലോസിങ് ആണ് സംഭവിച്ചിരിക്കുന്നത്. കുറച്ചൊക്കെ ഈ ഒരു പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം ദൈവീക പാതയിലൊക്കെ ദൈവവിശ്വാസമൊക്കെ നല്ല രീതിയിലുള്ള ഈശ്വരാധീനമുള്ള വ്യക്തി തന്നെയാണ്. പക്ഷേ അവർക്കതിൻ്റെ പ്രയോജനം ലഭിക്കണമെങ്കിൽ, അനുഗ്രഹം ലഭിക്കണമെങ്കിൽ ഇപ്പോഴവരുടെ ആ ഒരു കൺഫ്യൂഷൻ, ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കാൻ അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അവർ പാസ്റ്റിലേക്ക് തിരിച്ച് വന്നാൽ മാത്രമേ അവർക്കൊരു സക്സസ് ഉള്ളൂ എന്നതിന് യാതൊരു സംശയവുമില്ല. അവരുടെ ആഗ്രഹം നടക്കണമെങ്കിൽ, അവരുടെ ജീവിതത്തിലൊരു പുരോഗതി ഉണ്ടാകണമെങ്കിൽ അവർ എവിടെയാണോ അവരായിട്ട് തെറ്റ് ചെയ്തത്, എവിടെയാണോ അവർ കർമ്മ സ്റ്റാർട്ടിങ് ചെയ്തു വെച്ചത്, അതവർ ക്ലാരിറ്റി വരുത്തണം. കർമ്മ ഹീലിംഗ് അവരിൽ നിന്ന് തന്നെ ഉണ്ടാകണം. ഈ കർമ്മ ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യുന്നൊരു കാര്യമല്ല. നിങ്ങൾ തന്നെ ചെയ്താണ് അത് ഹീലാക്കേണ്ടത്. മറ്റൊരാൾക്ക് ഞാൻ ഇത്ര രൂപ കൊടുത്തിട്ടുണ്ട്, അത്ര രൂപ കൊടുത്തിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ അത് മേടിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്, ഇത് മേടിച്ചിട്ടിട്ടുണ്ട്, അതൊന്നും കർമ്മ ഹീലിംഗേ നടക്കുന്ന കാര്യമല്ല കേട്ടോ. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, കർമ്മ ഹീലിംഗ് ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ മനസ്സിലെ നിങ്ങളുടെ ചിന്തകൾ ശുദ്ധീകരിച്ചു വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് കർമ്മ ഹീലിംഗ് സംഭവിക്കുന്നത്. മനസ്സിനകത്ത് ചിന്തകൾ, അതായത് കഴിഞ്ഞു പോയ പല കാര്യങ്ങളും, നമ്മൾ ചെയ്ത കാര്യങ്ങൾ, മറ്റുള്ളവർ നമ്മളോട് ചെയ്തത്, ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും കർമ്മ ഹീലിംഗ് ആവില്ല കേട്ടോ. അതാദ്യം മനസ്സിലാക്കുക. കർമ്മ ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമാകുന്ന
ഒരു മനസ്സിനെ നിങ്ങൾക്ക് എപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു, ഏതു വ്യക്തിയെയും ശത്രുഭാവത്തിലല്ലാതെ അല്ലെങ്കിൽ വെറുപ്പോടുകൂടി അല്ലാതെ നിങ്ങൾക്ക് എപ്പോൾ കാണാൻ സാധിക്കുന്നു, അപ്പോൾ തൊട്ടാണ് കർമ്മ ഹീലിംഗ് നടക്കുന്നത്. അതിന് പ്രാർത്ഥന, മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്ത് നമ്മൾ ചെറിയൊരു സ്പിരിച്വാലിറ്റിയിലേക്ക്, ഒരു സ്പിരിച്വൽ എനർജിയിലേക്ക് മാറണം. അതല്ലാണ്ട് നിങ്ങൾ ഇതൊന്നും ചെയ്തിട്ട് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ചിട്ട് ഒന്നും കാര്യമില്ല. നിങ്ങളിലാണ് കർമ്മ ഹീലിംഗ്, നിങ്ങൾ സെൽഫായിട്ട് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിവിടെ ഫോറോ സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കുറ്റബോധമുണ്ട്, കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുന്നുണ്ട്, മറ്റുള്ളവർ അവരെ വളരെ ശക്തമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ പേരൻസ് ആവാം, അല്ലെങ്കിൽ ഏറ്റവും നല്ല ചേർന്ന് നിൽക്കുന്ന സുഹൃത്തുക്കളാവാം. അതെല്ലാം അവരനുഭവിക്കുന്ന ഉള്ളൊരു എനർജിയാണ്. ശരിക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് വളരെ മോശം അവസ്ഥയിലൂടെയാണ് പോകുന്നത്. ഏകദേശം 2025 എൻഡ് ആവുന്നൊരവസ്ഥയാണ് കാണുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്. നമുക്ക് 2026 എടുത്തു നോക്കാം, അടുത്ത ദിവസം അറിയാൻ സാധിക്കുമല്ലോ. നിങ്ങളിൽ നിന്ന് അവസാനിച്ചു പോകുന്ന ചില കാര്യങ്ങൾ ഓവർ തിങ്കിങ് ആണ് കേട്ടോ. ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ചില സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ നിങ്ങൾ ഓവറായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നവരുടെ ആ ഒരു ആവശ്യമില്ലാത്ത അതായത് അമിതമാകുന്ന നിങ്ങളുടെ ചിന്തിക്കൽ, ആ ഒരു നെഗറ്റീവ് തോട്ട്സുകൾ നിങ്ങളിൽ നിന്ന് ഹീലാവുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടേതാകുന്ന പല കാര്യങ്ങളിലും നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഫോക്കസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും തടസ്സമായിരുന്നുവെങ്കിൽ, നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നിടത്തും തടസ്സം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു തടസ്സം അവസാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികളിൽ തേർഡ് പാർട്ടി പ്രസൻസ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിനെ പൂർണ്ണമായിട്ടും ഒരു ട്രാജഡി എനർജിയിൽ എത്തിച്ചുവെങ്കിൽ അതും നിങ്ങളുടെ ലൈഫിൽ നിന്നും അവസാനിക്കുന്നുണ്ട്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്കൊരു സെൽഫ് ലവ് എനർജിയിലേക്കും തിരിച്ചറിവിലേക്കും വരുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ഒന്ന് സ്നേഹിക്കാനുള്ള ഒരു സമയം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. 10 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങൾ ഇത്രയും നാളും ചുമന്ന ഭാരം ഇറക്കി വെക്കാൻ പോകുന്ന, അവസാനിക്കാൻ പോകുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാണോ നിങ്ങൾക്ക് പറ്റില്ല ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനെന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നത്, ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇറക്കി വെക്കാനുള്ള സമയവും, അതല്ലെങ്കിൽ അതിനെ വളരെ നല്ല രീതിയിൽ വളരെ സ്മൂത്തായിട്ട് മാനേജിങ് ചെയ്തു പോകാൻ പറ്റുന്നൊരു സമയവുമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നുണ്ട്, നല്ല ബന്ധങ്ങൾ വന്നു ചേരാൻ പോകുന്നുണ്ട്. ഒരു അൺകണ്ടീഷണൽ ആകുന്ന ലവ്, അതായത് ഒന്നുമില്ലാതെ ശൂന്യമാകുന്ന ഒരു എമോഷൻസോടുകൂടി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഒരു സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ, സ്പിരിച്വൽ യാത്രയൊക്കെ ചെയ്യാനുള്ള യോഗം വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ, സ്റ്റക്കായിട്ട് നിന്ന ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവസാനിച്ചു പോകുന്നതെന്ന് പറയുന്നത് തേർഡ് പാർട്ടി പ്രസൻസ്, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന കുറച്ച് മെൻ്റൽ പ്രോബ്ലംസുകൾ, അതായത് ഇമോഷണൽ പരമാകുന്ന സിറ്റുവേഷൻസുകൾ, ആവശ്യമില്ലാത്ത ബർഡൻ, ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നിന്നും അവസാനിച്ചു പോകുന്നതായിട്ട് കാണുന്നത് കേട്ടോ.